ഗോപിനാഥ് മുതുകാടിനെതിരെ ഇത്രയൊക്കെ ശക്തമായ ആരോപണങ്ങൾ നിലവിൽ വന്നിട്ടും നാളിതുവരെ ഗോപിനാഥ് മുതുകാട് നേരിട്ട് വന്ന ഒരു ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടില്ല എന്നത് എല്ലാവരെയും ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണ്. എന്നാൽ ഫാസിൽ ബഷീർ, ചില മാതാപിതാക്കൾ എന്നിവരൊക്കെ ഗോപിനാഥ് മുതുകാടിനെ അനുകൂലിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് താനും. RR ടോക്സിന് കൈകാര്യം ചെയ്യുന്ന വിഷയം ഗോപിനാഥ് മുതുകാടിനെ അനുകൂലിച്ച് വന്നിരിക്കുന്നവരുടെ യഥാർത്ഥ മുഖം വെളിവാക്കുന്ന കുറച്ച് തെളിവുകൾ വ്യക്തമായിട്ടുണ്ട്. അവ എൻ്റെ പ്രേക്ഷകരുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് RR ടോക്സ് ഈ വീഡിയോ ചെയ്യുന്നത്. RR ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോപിനാഥ് മുതുകാടിനെതിരെ ആദ്യമായി ആരോപണങ്ങൾ ഉന്നയിച്ച് പുറത്തു വന്ന ഒരു മാതാവാണ് ചിത്ര. ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടിയുടെ മാതാവായ ചിത്ര ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന തെളിവുകൾ വളരെ നിർണായകമാണ്. ഗോപിനാഥ് മുതുകാടിനെ അനുകൂലിച്ച് ഒരു ഇൻ്റർവ്യൂവുമായി വന്ന ഒരു മാതാവ് ചിത്രയുമായുള്ള സ്വകാര്യ സംഭാഷണത്തിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ DACയിൽ നടക്കുന്ന കാര്യങ്ങളുടെ നിജസ്ഥിതി വ്യക്തമാകും. മുതുകാടിനെ അനുകൂലിച്ച് ഈ മാതാവ് പറഞ്ഞത് എന്താണെന്ന് ആദ്യം നമുക്കൊന്ന് കേട്ടു നോക്കാം. 19 വർഷം വെളിയിലായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞാൻ വന്ന ശേഷം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം കുറച്ച് ഹൈപ്പർ ആയിരുന്ന ആള്. എവിടെ ആണെന്നുള്ള, എവിടെ ചേർക്കണമെന്നുള്ള ഒരു ഇതായിരുന്നു. 2 സ്കൂൾ ഞാൻ മാറ്റി. 2 സ്കൂൾ മാറ്റി. എനിക്ക് എന്ന് വെച്ചാൽ അവിടെ 1 to 1 ആണ് അറ്റൻഷൻ. അത് കഴിഞ്ഞ് ഇവിടെ വന്ന ശേഷം അവന് ഈ ഹൈപ്പർനെസ് ഉണ്ട്. പക്ഷേ അവൻ വരയ്ക്കുന്ന കണ്ടാൽ നമുക്ക് തന്നെ അതിശയം തോന്നും. നല്ല സുന്ദരമാ വരയ്ക്കും. രാവിലെ എഴുന്നേക്കും, 5 മണിയാകുമ്പോൾ എഴുന്നേക്കും. ഞാൻ പറയും തനിയെ പോയി ബ്രഷൊക്കെ ചെയ്തിട്ട് വന്നിരിക്കും. ചായയൊക്കെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയും മോനെ പോയി വരച്ചോ എന്ന് പറഞ്ഞാൽ ഉടനെ പോയിട്ട് പേപ്പർ എടുക്കും. പേപ്പർ എടുത്തിച്ച് വരയ്ക്കാൻ തുടങ്ങും. അത് അവന് സ്കെയില് വേണ്ട, വെറും ഒരു പെൻസിൽ മാത്രം മതി. അത് സ്കെച്ച് ചെയ്ത് അവൻ വരയ്ക്കും. ഓരോരുത്തർ പറഞ്ഞ് സാറിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ അതിന്റെ തിരിച്ചടി കിട്ടും. അത്രയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ഈ മാതാവ് വ്യക്തമായി പറയുന്നു, ഒരു നിവർത്തി ഉണ്ടായിരുന്നെങ്കിൽ തന്റെ മകനെ ആ സ്ഥാപനത്തിൽ നിന്ന് മാറ്റുമായിരുന്നു എന്ന്. ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. എന്റെ കൊച്ചിനെ ഒരു തരത്തിലും അവര് ഡെവലപ്പ് ചെയ്തെടുക്കാനും നോക്കുന്നില്ല. മനസ്സൊന്ന് വിഷമിക്ക് എനിക്ക് വേറെ ഒരു കിട്ടുന്നില്ലെന്ന്. ചിത്ര ഈ സഹജീവന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഇവിടത്തോട്ടൊരു ബസ് ഉണ്ടെങ്കിൽ ഞാൻ പൈസ കൊടുക്കാറില്ല. ഇവിടെ വന്ന് വിളിക്കുന്ന വല്ലതും ഉണ്ടെങ്കിൽ, വട്ടിയൂർക്കാവുന്നാലും വന്ന് വിളിക്കുന്ന വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ വിട്ടേനെ. എനിക്ക് മടുക്കുന്നുണ്ട് മാജിക് പ്ലാനറ്റ്. ഇപ്പം വിഷമം തട്ടോ, ഭയങ്കരമായിട്ട് വിഷമം തട്ടുമായിരുന്നു. ഞാന് അവിടുന്ന് അങ്ങനെ ബസ്സൊന്നുമില്ല. അവിടെ വലിയ സംഭവമൊന്നുമല്ല. ഈ ആൾക്കാരെല്ലാം ഇവിടെയൊക്കെ പൈസയെല്ലാം കൊണ്ട് കൊടുക്കുന്ന ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ കൊടുത്ത് നമ്മുടെ കുട്ടികൾക്ക് ഉപയോഗപ്പെട്ടത്. ഭയങ്കര വിഷമോ. ചിത്ര എന്തോ ചെയ്യാൻ ഒരു നിവൃത്തിയില്ല. വേറെ എവിടത്തോട്ട് പെടാനായിട്ടുള്ള ഒരു നിവൃത്തിയില്ല. അങ്ങനത്തെ ഇതിൽ ഞാൻ ഇരിക്കുകയാണ്. എന്റെ ഇവിടെ ഹസ്ബൻഡിന് ഒട്ടും ഇഷ്ടമല്ല പോകുന്നത്. എന്തിനു പോകണം ആലോചിക്കുന്നത്. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? യാഥാർത്ഥ്യങ്ങൾ മറച്ചുവെച്ച് മുതുകാടിന് അനുകൂലമായി വീഡിയോ ചെയ്യുവാനും ഇൻ്റർവ്യൂകൾ നൽകുവാനും പാവം അമ്മമാർ നിർബന്ധിതരാകുകയാണ് എന്നതിന് ഇതിൽ പരമൊരു തെളിവ് വേണോ? DACക്കുള്ളിൽ തന്നെ പടലപ്പിണക്കങ്ങളും ഗ്രൂപ്പ് തിരിഞ്ഞുള്ള കുതികാൽവെട്ടും ഉണ്ട് എന്ന് തെളിയിക്കുന്ന മറ്റൊരു വോയിസ് ക്ലിപ്പാണ് ഇതേ മാതാവ് പറയുന്നത്. നമുക്കൊന്ന് കേട്ടു നോക്കാം. സെൻട്രൽ ബോഡി വോട്ടിംഗ് ഒക്കെയാണ്. 3 ചേരികളായിട്ട് എന്തോ ചെയ്യാനാ. സിനി ഗ്രൂപ്പ് 1, അല്ലാണ്ട് വേറെ 2 ഗ്രൂപ്പ്. അങ്ങനെ അടിപിടി ബഹളമാണ് അവിടെ. മുതുകാടിനെതിരെ കച്ചകെട്ടി രംഗത്ത് വന്ന മറ്റൊരു വിദ്വാനാണ് ഫാസിൽ ബഷീർ എന്ന മെന്റലിസ്റ്റ്. ഫാസിൽ ബഷീർ CP ഷിഹാബിനെതിരെ എണ്ണി കുറേ തെളിവുകളുമായി അടുത്തിടയ്ക്കൊരു വീഡിയോയുമായി വരികയും ആ വീഡിയോ വളരെയധികം സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ നേരിടുകയും ചെയ്തിരുന്നു. ഈ അടുത്തിടയ്ക്ക് വീണ്ടും ഫാസിൽ ബഷീർ CP ഷിഹാബിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. തെളിവുകളുമായി വരാം, എവിടെ വെച്ച്, എങ്ങനെ വേണം എന്ന്. ആ വീഡിയോ ഒന്ന് കേട്ടിട്ട് മുതുകാടും ഫാസിൽ ബഷീറും തമ്മിലുള്ള ആത്മബന്ധം എന്താണെന്ന് തെളിയിക്കുന്ന വീഡിയോ നമുക്ക് കാണാം. ഷിഹാബിനെ സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ വരാം. നമുക്ക് ലൈവായിട്ട് തന്നെ വേണമെങ്കിൽ അത് നിങ്ങളുടെ ചാനലിൽ ഇടാം. വേദി മറ്റെവിടെയുമല്ല, മാജിക് പ്ലാനറ്റ് തന്നെയാണ്. ഈ വരുന്ന ഫെബ്രുവരി 13-ാം തീയതി വരെ ഞാൻ വിദേശത്താണ്. 14-ാം തീയതി നാട്ടിൽ തിരിച്ചെത്തും. അപ്പോൾ അതിനുശേഷമുള്ള ഏത് ഡേറ്റ് ആണെങ്കിലും എനിക്ക്. ഇതിന് മറുപടിയായി CP ഷിഹാബ് പറയുന്നു, നിങ്ങൾ വിളിക്കുന്നിടത്തേക്ക് വരാൻ ഞാൻ തയ്യാറല്ല, മാജിക് പ്ലാനറ്റിലേക്ക് വരാൻ ഞാൻ തയ്യാറല്ല, മറിച്ച് നമ്മൾക്കെല്ലാവർക്കും സ്വീകാര്യമായ ഒരു പൊതു ഇടത്തിലേക്ക് വരാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഫാസിൽ ബഷീറും ഗോപിനാഥ് മുതുകാടും ആരോപണങ്ങൾ ഉന്നയിച്ച മാതാപിതാക്കളും അവിടെ എത്തുകയാണെങ്കിൽ, ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ഗോപിനാഥ് മുതുകാട് നേരിട്ട് തയ്യാറാവുകയാണെങ്കിൽ ഞാനും തയ്യാറാണ്. ഇതിലെ ഏറ്റവും രസകരമായ വസ്തുത, എന്തുകൊണ്ടാണ് നിഷ്പക്ഷനായ സത്യസന്ധനായ ശ്രീ ഫാസിൽ ബഷീർ മുതുകാടിനെ ഇത്ര കണ്ട് വെളുപ്പിക്കാൻ നോക്കുന്നത്? എന്താണ് മുതുകാടും ഫാസിൽ ബഷീറും തമ്മിലുള്ള ബന്ധം? ഇനി വരാൻ പോകുന്ന വീഡിയോ അതിനുള്ള ഉത്തരമാണ്. കണ്ടു നോക്കുക. ഞാൻ നമ്മുടെ മാജിക് പ്ലാനറ്റിൻ്റെ ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിൻ്റെ പബ്ലിക് റിലേഷൻസ് മാനേജറായി
ഫാസിലിനെ അവരോധിക്കുന്നു, അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഫാസിൽ പ്ലീസ്. സോ പ്രൗഡ്. ഫാസിൽ ബഷീർ പറയുന്നത് ഈ കുട്ടികളെയും കൊണ്ട് അമ്മമാർക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് എല്ലാവരും സംവാദത്തിനായി മാജിക് പ്ലാനറ്റിലേക്ക് വരണം എന്ന് പറയുന്നത്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. തുടക്കം എവിഡൻസ് ഉള്ളതും അവിടെയാണ്, നിങ്ങളുടെ ഭാഗത്തുള്ള എവിഡൻസ് ആയിട്ട് വരിക. അവിടെയാണ് എല്ലാവരും ഉള്ളത്. കാരണം ഈ അമ്മമാരെയും അല്ലെങ്കിൽ ആ കുട്ടികളെയും ഒന്നും നമുക്ക് മറ്റുള്ള സ്ഥലത്തേക്കൊന്നും ട്രാവൽ ചെയ്യാനൊന്നും സാധിക്കില്ല. സോ അതുകൊണ്ട് അപ്പോൾ മാജിക് പ്ലാനറ്റിന് പുറത്തേക്ക് പോലും യാത്ര ചെയ്യാൻ പറ്റാത്ത ഈ കുട്ടികളെയും കൊണ്ടാണോ ഇത്രയും നാൾ മുതുകാട് ലോകം മുഴുവൻ സഞ്ചാരം നടത്തിയത്, പ്രദർശനം നടത്തിയത് എന്നാണ് CP ഷിഹാബ് ചോദിക്കുന്നത്. അതൊരു ന്യായമായ ചോദ്യമല്ലേ? ഇതിനു മുമ്പ് CP ഷിഹാബ് നടത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം, കുവൈറ്റിലെ ഒരു ഷോ കഴിഞ്ഞ് CP ഷിഹാബിന് ടിപ്പായി കിട്ടിയ പൈസ തരണം എന്ന് മുതുകാട് ആവശ്യപ്പെട്ടു. പ്രഹ്ലാദൻ സാർ എന്നയാൾ ഉണ്ടായിരുന്നു, അദ്ദേഹമാണ് അത് തടഞ്ഞത് എന്നാണ്. ഈ ഫാസിൽ ബഷീർ ഇതേ പ്രഹ്ലാദൻ സാറിനെ കണ്ട് ഇൻ്റർവ്യൂ ചെയ്ത് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, അങ്ങനെ ഒരു സംഭവം നടന്നതായി എനിക്ക് ഓർമ്മയേയില്ല. ഫാസിൽ ബഷീറിനെ പോലെ തന്നെ ഈ പ്രഹ്ലാദൻ സാറിനും മുതുകാടിനെ മാജിക് പ്ലാനറ്റുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. 2022-23 കാലഘട്ടത്തിൽ ഈ പ്രഹ്ലാദൻ സാർ മാജിക് പ്ലാനറ്റിൻ്റെ വൺ ഓഫ് ദ ഡയറക്ടേഴ്സ് ആയിരുന്നു. അതിൻ്റെ തെളിവും CP ഷിഹാബ് അദ്ദേഹത്തിൻ്റെ ചാനലിൽ കാണിക്കുന്നുണ്ട്. ഇത് മുതുകാടിനെ വെള്ളപൂശുവാനായി ഇപ്പോൾ വരുന്ന ഈ ആൾക്കാരെല്ലാം തന്നെ ഒന്നുകിൽ നിസ്സഹായരായ മാതാപിതാക്കൾ, അല്ലെങ്കിൽ ഫാസിൽ ബഷീറിനെയും പ്രഹ്ലാദൻ സാറിനെയും പോലെയുള്ള മാജിക് പ്ലാനറ്റിൻ്റെ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ വഹിച്ചിരുന്ന ആൾക്കാരാണ്. അവർക്കിത് വെളുപ്പിച്ചേ മതിയാകൂ. എന്തുകൊണ്ട് ഗോപിനാഥ് മുതുകാട് നേരിട്ട് വന്ന് ഇതിനൊന്നും ഉത്തരം പറയുന്നില്ല, ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നില്ല, അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നില്ല? ഈ ചോദ്യങ്ങൾ ഇന്നും ഉത്തരം കിട്ടാതെ കിട്ടുകയാണ്. മടിയിൽ കനമുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരത്തിൽ പ്രവർത്തിക്കാത്തതെന്നാണ് RR ടോക്സിൻ്റെ വിശ്വാസം. ഗോപിനാഥ് മുതുകാട് എന്നയാൾ ഈ ആരോപണങ്ങൾക്ക് മറുപടിയുമായി സ്വയം രംഗത്ത് വരാത്തിടത്തോളം കാലം മാജിക് പ്ലാനറ്റും ഡിഫറൻ്റ് ആർട്ട് സെൻറ്ററും ഗോപിനാഥ് മുതുകാട് എന്ന വ്യക്തിയും സംശയത്തിൻ്റെ നിഴലിൽ തന്നെ തുടരും. കള്ളനെന്ന് സമൂഹം വിളിക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കും. അത് മാറ്റേണ്ടത്, അത് തിരുത്തി എഴുതേണ്ടത് ഗോപിനാഥ് മുതുകാടിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ മുതുകാടെ നിങ്ങൾ പുറത്തു വരിക, അതാണ് RR ടോക്സും ആവശ്യപ്പെടുന്നത്. നന്ദി, നമസ്കാരം.